Welcome to Savinus Maths Plus. Subscribe this channel for more maths related videos. Good morning dear students. എല്ലാവർക്കും റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൻ്റെ 11ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു കൺസെപ്റ്റാണ് പഠിക്കാൻ പോകുന്നത്, കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ്. ഫങ്ഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഫങ്ഷൻസിൻ്റെ പ്രോബ്ലംസ് ഒക്കെ നമ്മളൊരു 4 ക്ലാസ്സുകളിലായിട്ട് ചെയ്തു. ആ 4 ക്ലാസ് നിർബന്ധമായിട്ട് എല്ലാവരും കാണണം. നമ്മൾ അടുത്തത് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് എന്നാണ്. ഫങ്ഷൻസിൻ്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രണ്ടിലധികം സാധനങ്ങൾ കൂടി ചേർന്ന സാധനത്തിലല്ലേ നമ്മൾ കോമ്പോസിഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഒന്നിലധികം ഫങ്ഷൻസ് കൂടി ചേർന്ന ഒരു സംഗതിക്കാണ് നമ്മൾ എന്താ പറയുക, കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് എന്ന് പറയാം. നമുക്ക് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യാം, എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി. എഫ് എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x ആണ്. ജി എന്ന് പറയുന്നതാണെങ്കിലോ ബിയിൽ നിന്നും സിയിലേക്കുള്ള ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്ത്? ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. അപ്പൊ ഈ ഫംഗ്ഷൻ എങ്ങനെ വരും? എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി ആൻഡ് ജി ഈസ് എ ഫംഗ്ഷൻ ഫ്രം ബി ടു സി. അപ്പൊ ഈ ഫംഗ്ഷൻ എങ്ങനെ വരിക? എഫ് ഓഫ് 1, എഫ് ഓഫ് എക്സ് 2x ആണ് ഇവിടെ. അപ്പൊ എഫ് ഓഫ് 1 എന്തായിരിക്കും? 2 × 1 2. അപ്പൊ 1 ഇമേജ് 2 ആണ്. ഇനി 2 ഇമേജ് എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2 × 2 4. അപ്പൊ 2 ഇമേജ് 4. എഫ് ഓഫ് 3, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x ആണ്. അപ്പൊ എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ 3 ഇമേജ് എഫ് ഓഫ് 3 എന്തായിരിക്കും? 2 × 3 6. ഇതാണ് ഫംഗ്ഷൻ. ആൻഡ് ജി ഈസ് എ ഫംഗ്ഷൻ ഫ്രം ബി ടു സി. ജി എന്ന് പറഞ്ഞാൽ എവിടെ നിന്നോട്ടുള്ള ഫംഗ്ഷൻ ആണ്? ബിയിൽ നിന്നും സിയിലേക്കുള്ള ഫംഗ്ഷൻ ആണ്. ഈ ജി ഓഫ് എക്സിന്റെ ഡെഫിനിഷൻ എന്താണ്? ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. അപ്പൊ അതിന്റെ ഓരോന്നിന്റെ ഇമേജ് നോക്ക്. ജി ഓഫ് 1 എന്തായിരിക്കും? 1 സ്ക്വയർ. ജി ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ 1. ജി ഓഫ് 2 എന്തായിരിക്കും? ജി ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ. 2ന്റെ ഇമേജ് 4. അടുത്തത് ജി ഓഫ് 4 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4 സ്ക്വയർ 16. അടുത്തത് ജി ഓഫ് 6 എന്ന് പറയുന്ന എലിമെന്റ് ആണ്. അടുത്തത് ജി ഓഫ് 6 എന്ന് പറഞ്ഞാൽ 6 സ്ക്വയർ 36. ഇതാണ് ഫംഗ്ഷൻ. സോ എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി ആൻഡ് ജി ഈസ് എ ഫംഗ്ഷൻ ഫ്രം ബി ടു സി. F is defined as f of x equal to 2x and g is defined as g of x is equal to x square. So then the question is, will it be possible for us to find out a function from a to c also? എയിൽ സിയിലേക്ക് നമുക്കൊരു ഫംഗ്ഷനെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രശ്നം. എയിൽ സിയിലേക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടാവണമെങ്കിൽ എന്താവണം? എയിലുള്ള ഓരോ എലിമെന്റിനും ബിക്ക് സിയിൽ എന്തുണ്ടാവണം? യുണീക്ക് ഇമേജ് ഉണ്ടാവില്ലേ? നോക്ക്, എയിലൊരു എലിമെന്റ്, അതിന് സിയിൽ യുണീക്ക് ഇമേജ് ഉണ്ട് 4. 2 എന്ന് പറഞ്ഞ എലിമെന്റ്, അതിന് സിയിൽ യുണീക്ക് ഇമേജ് ഉണ്ട് 16. 3 എന്ന് പറഞ്ഞ എലിമെന്റ് എയിലുണ്ട്, അതിന് സിയിൽ എന്തുണ്ട്? യുണീക്ക് ഇമേജ് ഉണ്ട് 36. സോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് എ ഫംഗ്ഷൻ ഫ്രം എ ടു സി ഓൾസോ. സോ ദാറ്റ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം എ ടു സി ഈസ് കോൾഡ് composite function of f and g and that is denoted by g composition f. അപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്, ബിയിൽ നിന്ന് സിയിലേക്ക് വേറൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എയിൽ നിന്ന് സിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. എയിൽ നിന്ന് സിയിലേക്ക് ഒരു ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയാ? കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഓഫ് എഫ് ആൻഡ് ജി. എഫിന്റെയും ജിയുടെയും കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയാ. അതിനെ നമ്മൾ ജി കോമ്പോസിഷൻ എഫ് എന്നാണ് ഡിനോട്ട് ചെയ്യാം. Composite function of f and g is not f composition g. f ന്റെയും g യുടെയും കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്തല്ല? f composition g അല്ല, മറിച്ച് അത് g composition f ആണ്. അപ്പോൾ എങ്ങനെ നമ്മൾ g composition f എന്ന് പറയാം? f is a function from a to b and g is a function from b to c. So we can find out a function from a to c also. And that function defined from a to c is called the composite function of f and g denoted by g composition f. എയിൽ നിന്ന് ബിയിലേക്ക് ഒരു എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, ബിയിൽ നിന്ന് സിയിലേക്ക് ജി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എയിൽ നിന്ന് സിയിലേക്ക് നമുക്കൊരു ഫംഗ്ഷനെ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഫംഗ്ഷൻ എയിൽ നിന്ന് സിയിലേക്കുള്ള ഈ ഫംഗ്ഷനെയാണ് നമ്മൾ എന്താ പറയാ? എഫിന്റെയും ജിയുടെയും കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയാം. എഫിന്റെയും ജിയുടെയും കോമ്പോസിറ്റ് ഫംഗ്ഷൻ നമ്മൾ ജി കോമ്പോസിഷൻ എഫ് എന്നാണ് എഴുതാം. അത് നമ്മൾ ജനറൽ ആയിട്ട് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, എക്സ് എന്ന് പറഞ്ഞ എലിമെന്റ് എയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ ഇമേജ് എന്തായിരിക്കും? ബിയിൽ. എഫ് എന്നല്ല ഇവിടെ ഫംഗ്ഷൻ. അപ്പൊ എക്സിന്റെ ഇമേജ് എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് ആയിരിക്കും. എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ എക്സിന്റെ ഇമേജ് എന്തായിരിക്കും? എഫ് ഓഫ് എക്സ്. ഈ എഫ് ഓഫ് എക്സിന് സിയിലൊരു ഇമേജ് ഉണ്ടാവും അല്ലേ? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ബിയിലുള്ള ഒരു എലിമെന്റ് ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷന് ജി എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ ഒരു എലിമെന്റ് ഉണ്ടാവും സിയിൽ. അതെന്തായിരിക്കും? ജി ഓഫ് ഈ എലിമെന്റ് ആയിരിക്കും. അപ്പൊ അത് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആയിരിക്കും. ജി ഓഫ് എഫ് ഓഫ് എക്സ്.
അപ്പോൾ എയിൽ നിന്ന് സിയിലേക്ക് നമുക്കൊരു ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ആ ഫംഗ്ഷൻ എന്തായിരിക്കും? ജി ഓഫ് എഫ് ഓഫ് എക്സ് ആയിരിക്കും. അപ്പൊ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ എന്താണത്? ജി ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പൊ ഈ ജി ഓഫ് എഫ് ഓഫ് എക്സിനെ നമ്മൾ എന്തും പറയാറുണ്ട്? ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയാം. അപ്പൊ എക്സ് എന്ന് പറഞ്ഞ എലിമെന്റ് ഉണ്ട് എയില്. അപ്പൊ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ എഫിലുള്ള എക്സിന്റെ ഇമേജ് എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് ആയിരിക്കും. അപ്പൊ എഫ് ഓഫ് എക്സ് ബിയിലുള്ള എലിമെന്റ് ആണ്. എഫ് ഓഫ് എക്സിൽ ജി എന്ന് പറഞ്ഞ ഫംഗ്ഷനിലുള്ള എലിമെന്റ് എന്തായിരിക്കും? ജി ഓഫ് ഇതായിരിക്കും. 4ന്റെ ഇമേജ് ജിയിൽ എന്താ വരിക? ജി ഓഫ് 4, അതാണ് 16. ഇപ്പൊ ഇവിടെ എഫ് ഓഫ് എക്സ് എലിമെന്റ് ഉണ്ടെങ്കിൽ ജി എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ ഇതിന്റെ ഇമേജ് എന്തായിരിക്കും? എഫ് ഓഫ് എക്സിന്റെ ഇമേജ് ജി ഓഫ് ഈ എലിമെന്റ് എഫ് ഓഫ് എക്സ്. ജി ഓഫ് എഫ് ഓഫ് എക്സിനെ നമ്മൾ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയാം. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്, ബിയിൽ നിന്ന് സിയിലേക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എയിൽ നിന്ന് സിയിലേക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷൻ എഫും ബിയിൽ നിന്ന് സിയിലേക്കുള്ള ഫംഗ്ഷൻ ജിയും ആണെങ്കിൽ എയിൽ നിന്ന് സിയിലേക്കുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയാ? എഫിന്റെയും ജിയുടെയും കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയാ. അതിന് നമ്മൾ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയാം. So how will you define G composition F? G composition F is the composite function of F and G, and that is denoted as G of F of X. G composition F of X എന്താണ്? G of F of X ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇതേ ഓർഡറിൽ നമ്മൾ നോക്കിയാൽ G composition F of X എന്ന് പറഞ്ഞാൽ G of F of X ആയിരിക്കും. See, the composite function of F and G is not F composition G. It is actually read from right to left. അപ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്മൾ വായിക്കുക. കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഓഫ് എഫ് ആൻഡ് ജി എന്ന് പറയുന്നത് എന്താണ്? ജി കോമ്പോസിഷൻ എഫ് ആണ്. കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജി എന്ന് പറഞ്ഞാൽ എഫ് കോമ്പോസിഷൻ ജി അല്ല, ഇറ്റ് ഈസ് ജി കോമ്പോസിഷൻ എഫ്. അപ്പൊ നമുക്കൊരു പോയിന്റ് മനസ്സിലായി. കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഓഫ് എഫ് ആൻഡ് ജി ഈസ് ജി കോമ്പോസിഷൻ എഫ്. അപ്പൊ നമുക്ക് എങ്ങനെ നമുക്ക് കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ പറയാം? എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി and G is a function from B to C. Then the composition of F and G is G composition F defined from A to C, such that G composition F of X is G of F of X for all X belongs to A. ഇതിന്റെ ഡെഫിനിഷൻ നിങ്ങൾ അധികം ബോധർ ചെയ്യണ്ട. എന്താ നമ്മുടെ ഡെഫിനിഷൻ? F is a function from A to B and G is a function from B to C. Then the composition of these two functions f and g is denoted by g composition f, and that is a function from a to c. And g composition f is defined as g of f of x for all x belongs to a. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ g composition f എവിടെ നിന്ന് എങ്ങോട്ടുള്ള ഫംഗ്ഷൻ ആണ്? എയിൽ നിന്ന് സിയിലേക്കുള്ള ഫംഗ്ഷൻ ആണ്. എഫ് എയിൽ നിന്ന് ബിയിലേക്ക്, ജി എന്ന് പറഞ്ഞാൽ ബിയിൽ നിന്ന് സിയിലേക്ക്. ജി കോമ്പോസിഷൻ എഫ് എയിൽ നിന്ന് സിയിലേക്കാണ്. അപ്പൊ ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1 എന്തായിരിക്കും? ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്താണ്? ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈസ് ജി ഓഫ് എഫ് ഓഫ് എക്സ്. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈസ് ജി ഓഫ് എഫ് ഓഫ് എക്സ്. സോ വാട്ട് വിൽ ബി ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1? ഇറ്റ് ഈസ് ജി ഓഫ് എഫ് ഓഫ് 1. ഇറ്റ് ഈസ് ജി ഓഫ് എഫ് ഓഫ് 1 ആദ്യം കാണാം. എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എഫില് 1ന്റെ ഇമേജ് എന്താണ്? 2. ജി ഓഫ് 2. ജി ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2ന്റെ ഇമേജ് ഏതില്? ജിയില് 2ന്റെ ഇമേജ് എത്രയാണ്? 4. അപ്പൊ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എടുത്താൽ 1ന്റെ ഇമേജ് എന്താണെന്ന് അർത്ഥം? 4 എന്നർത്ഥം. അപ്പൊ എന്താ ജി കോമ്പോസിഷൻ എഫ് ഓഫ് 2? ജി കോമ്പോസിഷൻ എഫ് ഓഫ് 2 ഈസ് ജി ഓഫ് എഫ് ഓഫ് 2 ഈക്വൽ ടു ജി ഓഫ് എന്താ? എഫ് ഓഫ് 2. എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താണ്? 2ന്റെ ഇമേജ് ആണ് എഫ് ഓഫ് 2, അത് 4. അപ്പോ ജി ഓഫ് 4. ജി ഓഫ് 4 എന്ന് പറഞ്ഞാൽ ജിയില് 4ന്റെ ഇമേജ് എത്രയാണ്? 16 ആണ്. ഇനി ജി കോമ്പോസിഷൻ എഫ് ഓഫ് 3 എങ്ങനെയാണ്? ജി ഓഫ് എഫ് ഓഫ് 3. ഇപ്പൊ ബ്രാക്കറ്റിനകത്തുള്ള ആദ്യം ചെയ്യാം. ജി ഓഫ് അങ്ങനെ തന്നെ ഇല്ല. എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ എഫില് 3ന്റെ ഇമേജ് എന്താണ്? 6. ജി ഓഫ് 6 എന്ന് പറഞ്ഞാൽ എന്താ? ജി എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ 6ന്റെ ഇമേജ് 36. അപ്പൊ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ എന്തായാലും 1ന്റെ ഇമേജ് 4 ആയിരിക്കും, 2ന്റെ ഇമേജ് 16 ആയിരിക്കും, 3ന്റെ ഇമേജ് എന്തായിരിക്കും? 36 ആയിരിക്കും. നമുക്കറിയാം 1ന്റെ ഇമേജ് 4 ആയിരിക്കും, 2ന്റെ ഇമേജ് 16 ആയിരിക്കും, 3ന്റെ ഇമേജ് 36 ആയിരിക്കും. അതാണ് എഫിന്റെയും ജിയുടെയും കോമ്പോസിറ്റ് ഫംഗ്ഷൻ. ഇനി നമ്മൾ ഫംഗ്ഷൻ ആയിട്ട് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ഓഫ്, ഇതല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ ചെയ്യുന്നതാണ് പറഞ്ഞത്. ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്താ? എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് എന്നാൽ 2x അല്ലേ? എഫ് ഓഫ് എക്സ് എന്ന് പറയാൻ നമുക്ക് 2x നോക്കാം. ജി ഓഫ് 2x. ഇനി ജി ഓഫ് 2x എങ്ങനെ കാണാം? ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്.
ജി ഓഫ് എക്സ് എന്താണ് എക്സ് സ്ക്വയർ. അപ്പൊ ജി ഓഫ് 2x കാണണമെങ്കിൽ എക്സിന്റെ സ്ഥാനത്ത് 2x കൊടുക്കുക, ഈ സ്ക്വയർ അങ്ങനെ തന്നെ എഴുതണം. എക്സിന്റെ സ്ഥാനത്ത് 2x കൊടുത്താൽ 2x ഹോൾ സ്ക്വയർ എന്നാ കിട്ടുക. 2x ഹോൾ സ്ക്വയർ. 2x ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 4x സ്ക്വയർ ആണ്. അപ്പൊ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്താണ്? 4x സ്ക്വയർ. ആ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1. അപ്പൊ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്താണ് നമ്മൾ പറഞ്ഞത്? ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഇതേ ഓർഡറിൽ തന്നെ പറഞ്ഞാൽ മതി. ജി ഓഫ് എഫ് ഓഫ് എക്സ്, ജി ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പൊ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ആണ് ജി ഓഫ് എഫ് ഓഫ് എക്സ്. എന്താ എഫ് ഓഫ് എക്സ്? 2x ആണ്. ജി ഓഫ് 2x. ജി ഓഫ് 2x എങ്ങനെയാണ്? ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെങ്കിൽ ജി ഓഫ് 2x കാണണമെങ്കിൽ എക്സിന് സ്ഥാനത്ത് 2x കൊടുക്കണം. 2x ഹോൾ സ്ക്വയർ. 2x ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ എക്സ് സ്ക്വയർ ആണ്. 2 സ്ക്വയർ 4x സ്ക്വയർ. അപ്പൊ നമുക്ക് ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1 എന്തായിരിക്കും? ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1. ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1 കാണണമെങ്കിൽ എക്സിന് 1 കൊടുത്താൽ പോരെ? 4 into 1 സ്ക്വയർ ദാറ്റ് ഈസ് 4. 1 സ്ക്വയർ 1. ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1 4 അല്ലേ? ജി കോമ്പോസിഷൻ എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ജി കോമ്പോസിഷൻ എഫ് ഓഫ് 2 ആണെങ്കിൽ എക്സിന് 2 കൊടുക്കുക. അപ്പൊ 4 into 2 സ്ക്വയർ. 4 into 2 square. 4 into 4. 2 square 4. 4 into 4 16. G composition f of 3 is equal to G composition f of 3 then all 4 into 3 square. 4 into 3 square. 3 square 9. 9 into 4 36. G composition f of 3 എത്രയാണ്? 36 ആണ്. G composition f of 2 എത്രയാണ്? 16 ആണ്. അപ്പോൾ G composition f ൽ 1 ന്റെ ഇമേജ് 4. G composition f ൽ 2 ന്റെ ഇമേജ് 16. G composition f ൽ 3 ഇമേജ് 36. അപ്പോൾ അത് ക്ലിയർ ആയി മനസ്സിലാവും വിചാരിക്കുന്നു. ഇനി നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം. നമ്മൾ പറഞ്ഞു കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഓഫ് എഫ് ആൻഡ് ജി ഈസ് എഫ് കോമ്പോസിഷൻ ജി അല്ല, അത് നേരെ തിരിച്ചാ പറയാം, ജി കോമ്പോസിഷൻ എഫ് ആണ്. നോക്ക് ഡൊമൈൻ ഓഫ് ജി കോമ്പോസിഷൻ എഫ് എന്താ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നോക്ക് ഇത് ശ്രദ്ധിക്കണം നിങ്ങൾ. ഡൊമൈൻ ഓഫ് ജി കോമ്പോസിഷൻ എഫ്. ജി കോമ്പോസിഷൻ എഫ് എവിടെ നിന്ന് എങ്ങോട്ടുള്ള ഫംഗ്ഷൻ ആണ്? എയിൽ നിന്ന് സിയിലേക്കുള്ള ഫംഗ്ഷൻ ആണ്. അപ്പൊ അതിന്റെ ഡൊമൈൻ എ ആണ്, കോഡൊമൈൻ സി ആണ്. ഡൊമൈൻ എ അല്ലേ? ഡൊമൈൻ ഓഫ് ജി കോമ്പോസിഷൻ എഫ് എന്നാൽ ജി കോമ്പോസിഷൻ എഫ് എയിൽ നിന്ന് സിയിലേക്കുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇത് ഡൊമൈൻ, ഇത് കോഡൊമൈൻ. അപ്പോൾ എ ആണ് ജി കോമ്പോസിഷൻ എഫിന്റെ ഡൊമൈൻ. എ എന്ന് പറഞ്ഞാൽ എഫിന്റെ ഡൊമൈൻ അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താണ്? എഫിന്റെ ഡൊമൈൻ ആണ്. അപ്പോ ഡൊമൈൻ ഓഫ് ജി കോമ്പോസിഷൻ എഫ് ഇസ് ഈക്വൽ ടു ഡൊമൈൻ ഓഫ് എഫ് എന്ന് പറയാം. അപ്പൊ ജി കോമ്പോസിഷൻ എഫിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഫംഗ്ഷന്റെ ഡൊമൈൻ ആയിരിക്കും. നോക്കിയാൽ മതി. ജി കോമ്പോസിഷൻ എഫിന്റെ ഡൊമൈൻ എന്തായിരിക്കും? ഡൊമൈൻ ഓഫ് എഫ്, രണ്ടാമത്തെ ഫംഗ്ഷന്റെ. ഓക്കെ, ഡൊമൈൻ ഓഫ് ജി കോമ്പോസിഷൻ എഫ് ഈസ് ഡൊമൈൻ ഓഫ് എഫ്. അപ്പൊ ഡൊമൈൻ ഓഫ് എഫ് കോമ്പോസിഷൻ ജി എന്തായിരിക്കും? ഇവിടെ രണ്ടാമത്തെ ഫംഗ്ഷൻ ജി ആയിരിക്കും, അത് ഡൊമൈൻ ഓഫ് ജി ആയിരിക്കും അല്ലേ? അപ്പൊ രണ്ടാമത്തെ ഫംഗ്ഷന്റെ കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ ഡൊമൈൻ കാണണമെങ്കിൽ അത് രണ്ടാമത്തെ ഫംഗ്ഷന്റെ ഡൊമൈൻ ആണെന്നാൽ വെച്ചാൽ മതി. ഡൊമൈൻ ഓഫ് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ എഫിന്റെ ഡൊമൈൻ ആയിരിക്കും, ഡൊമൈൻ ഓഫ് എഫ് ആയിരിക്കും. അപ്പൊ ഡൊമൈൻ ഓഫ് എഫ് കോമ്പോസിഷൻ ജി ആയിരിക്കും, ജിയുടെ ഡൊമൈൻ ആയിരിക്കും. ഇവിടെ രണ്ടാമത്തെ ഫംഗ്ഷൻ ജി, ജിയുടെ. നമുക്ക് മനസ്സിലായല്ലോ? എഫ് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ എവിടെ എങ്ങോട്ടുള്ള ഫംഗ്ഷൻ ആണ്? എയിൽ നിന്ന് സിയിലേക്കുള്ള ഫംഗ്ഷൻ ആണ്. അപ്പോൾ ജി കോമ്പോസിഷൻ എഫിന്റെ ഡൊമൈൻ എ ആണ്, കോഡൊമൈൻ സി ആണ്. ജി കോമ്പോസിഷൻ എഫിന്റെ ഡൊമൈൻ എ ആണെന്ന് മനസ്സിലാവും. എ എന്ന് പറഞ്ഞാൽ എഫിന്റെ ഡൊമൈൻ അല്ലേ? എഫ് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷൻ ആണ്, എഫിന്റെ ഡൊമൈൻ ആണ് എ. അപ്പോ ജി കോമ്പോസിഷൻ എഫിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഫംഗ്ഷന്റെ ഡൊമൈൻ ആയിരിക്കും. Now the G composition f is defined only when range of f is a subset of domain of G. നോക്ക് f എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലേക്ക്, അതിന്റെ റേഞ്ച് എത്രയാണ്? 2, 4, 6. എഫിന്റെ റേഞ്ച് 2, 4, 6. അത് ബിയിലെ എലിമെന്റ്സ് ആയിരിക്കണ്ടേ? എഫിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിന്റെ ഇമേജസ് ആണ് റേഞ്ച്. അത് 2, 4, 6 ആണ് എഫിന്റെ റേഞ്ച്. y വാല്യൂസിനുള്ള നമ്മൾ ഇമേജ് എന്ന് പറയാം. അപ്പൊ എഫിന്റെ റേഞ്ച് 2, 4, 6 ആണ്, ഇമേജുകളുടെ സെറ്റ് ആണ്. എഫ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഫംഗ്ഷൻ, അതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 2, 4, 6. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞ മൊത്തം സെറ്റ് ഉണ്ട്. അപ്പൊ ഇതാണ് റേഞ്ച്. അപ്പൊ എഫിന്റെ റേഞ്ച് ഏതിലുള്ളതായിരിക്കും? ബിയിലുള്ളതായിരിക്കും. അപ്പോ റേഞ്ച് ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ അത് ഏതിലുള്ളതായിരിക്കും? ബി എന്ന് പറഞ്ഞ സെറ്റിലുള്ളതായിരിക്കും. ബി എന്ന് പറഞ്ഞാൽ ജിയുടെ ഡൊമൈൻ അല്ലേ? ബി എന്ന് പറഞ്ഞാൽ ഏതാണ്? ജിയുടെ ഡൊമൈൻ ആണ്. അപ്പോ എഫിന്റെ റേഞ്ച് ജിയുടെ ഡൊമൈനിൽ ഉണ്ടായിരിക്കണം. അപ്പോ റേഞ്ച് ഓഫ് എഫ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഡൊമൈൻ ഓഫ് ജി. അപ്പോ എഫിന്റെ റേഞ്ച് അത് ബിയിലുള്ളതായിരിക്കണം. ജിന്റെ ഡൊമൈൻ അതും എന്താണ്? ബി തന്നെയാണ്. അപ്പൊ അത് രണ്ടും സെയിം ആവണം. അപ്പൊ റേഞ്ച് ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ഡൊമൈൻ ഓഫ് ജി ഒന്നുകിൽ രണ്ടും
ഈക്വൽ ആവണം, അല്ലെങ്കിൽ റേഞ്ച് ഓഫ് എഫ് മസ്റ്റ് ബി എ സബ്സെറ്റ് ഓഫ് ഡൊമൈൻ ഓഫ് ജി. ഇനി ഇതാണ് നമ്മൾ കാര്യമായിട്ട് ഓർത്തിരിക്കുന്നത്. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈസ് ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഇത് ഓർക്ക് കാരണം എന്നുള്ള അതേ ഓർഡറിൽ തന്നെ കോമ്പോസിഷൻ അങ്ങ് മാറ്റിയാൽ മതി. ജി ഓഫ് എഫ് ഓഫ് എക്സ്, എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്തായിരിക്കും? എഫ് ഓഫ് ജി ഓഫ് എക്സ്. ഈ ജി കോമ്പോസിഷൻ എഫും എഫ് കോമ്പോസിഷൻ ജിയും ജനറലി എന്തായിരിക്കില്ല? ഈക്വൽ ആയിരിക്കില്ല. ജനറലി ജി കോമ്പോസിഷൻ എഫ് നോട്ട് ഈക്വൽ ടു എഫ് കോമ്പോസിഷൻ ജി. അപ്പൊ നമ്മുടെ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസിന്റെ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഈ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസിന്റെയും അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ്റെയും കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസിന്റെയും പ്രോബ്ലംസും അതിന്റെ കൺസെപ്റ്റും കൂടെയാണ് പറയാം. അപ്പോൾ ഇന്നത്തെ ഇത്രയും മതി. സാധാരണ നമ്മൾ പറയുന്ന പോലെ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഫങ്ഷൻസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വളരെ ക്ലിയർ ആവുള്ളൂ. അതുകൊണ്ട് ഇതിന് മുമ്പുള്ള ക്ലാസ്സുകൾ മുഴുവൻ കാണണം. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ, ബൈ.